ഈ കാലഘട്ടം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഇതുപോലെ ചില കല്ലറ അനുഭവത്തിൽ കെട്ടിയിട്ടേക്കുക പുറത്തു വരാൻ പറ്റണില്ല. ശരീരത്തിന്റെ പരിശുദ്ധി സൂക്ഷിക്കാൻ പറ്റണില്ല. ഒത്തിരി യുവാക്കൾ ഈ കാലഘട്ടത്തിൽ വന്നിട്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള വിഷയം എന്താണെന്നറിയാമോ? അച്ഛാ ശരിക്കൊന്ന് പ്രാർത്ഥിക്കാം, അവനെ ബ്ലൂ ഫിലിം കാണാൻ നിർത്താൻ പറ്റണില്ല, സ്വയംഭോഗം ചെയ്യാൻ നിർത്താൻ പറ്റുന്നില്ല, ആരെ കണ്ടാലും വ്യഭിചാരം ചെയ്യണമെന്നുള്ള ചിന്തയാണ് തലയ്ക്കകത്ത് വരുന്നത്. സ്വപ്നങ്ങളിൽ പോലും മലിനമായ ചിന്തയാണ് സ്വപ്നങ്ങളിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പെട്ട അവസ്ഥ കിടക്കുക, പുറത്തു വരാൻ പറ്റണില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പലരും വിശുദ്ധ ജീവിതം പലവട്ടം ആഗ്രഹിച്ചു, വിശുദ്ധ ജീവിതത്തിനായി പലവട്ടം മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു. എന്നിട്ടും അച്ഛാ പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ലാസർ ഇങ്ങനെ കല്ലറയ്ക്കുള്ളിൽ കട്ടപ്പെട്ട് കിടന്നതുപോലെ ഇന്ന് കല്ലറയ്ക്കുള്ളിൽ ഉദ്ധാനം അനുഭവിക്കാൻ പറ്റാതെ കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന അനേകര് നമ്മുടെ ചുറ്റുപാടും വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ധാനത്തിന്റെ ശക്തി മനസ്സിലാക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത. അല്ലേ? ലാസറിനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞത് അവന്റെ കെട്ടടിക്ക് അവൻ പോകട്ടെ, അതാ പറഞ്ഞത്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നതുപോലും പിശാച് ഒരാത്മാവിന്റെ മേല് കെട്ടിവെച്ച സകല അധികാരങ്ങളെയും തകർക്കാൻ വേണ്ടിയിട്ടാണ്.